ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വെറ്റ് വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊല്ലത്തെ ചിൽഡ്രൻസ് പാർക്കാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ ഒരു കേസായിട്ട് വരണമായിരുന്നു കൊല്ലത്തോട്ട്. അങ്ങനെ ഡോക്ടർ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയും പിടിച്ചുകൊണ്ട് നേരെ ചിൽഡ്രൻസ് പാർക്കിൽ വന്നു. ഇപ്പോൾ വേറെ പണിയൊന്നും ഇല്ലല്ലോ, നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ. അങ്ങനെ ചിൽഡ്രൻസ് പാർക്കിൽ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ. ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. നേരത്തെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിട്ടില്ല. ബീച്ചിൽ പോകാനായിരുന്നു പ്ലാൻ ഇട്ടത്, ബട്ട് ഓട്ടോമാം പറഞ്ഞു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടല്ലോ അവിടെ വരാമെന്ന്. സോ കുറേ ക്ലിപ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും ഉമ്മയും മാത്രമുള്ളൊരു ഡേറ്റിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു 10:30 11 o'clock ഒക്കെ അടുപ്പിച്ചായി. അതുകൊണ്ട് തന്നെ അവിടെ വേറെ അങ്ങനെ എന്താ പറയുക ആരും ഇല്ലായിരുന്നു. ഇടയ്ക്ക് ഒരു കുറച്ച് പേരൊക്കെ വന്നു, അത്ര ഉള്ളായിരുന്നു. പിന്നെ എല്ലാം അടിപൊളിയായിട്ട് കണ്ടു. ഫസ്റ്റ് ടൈം ആണല്ലോ, ഞങ്ങളവിടെ നേരത്തെ വന്നിട്ടൊന്നുമില്ല. അങ്ങനെ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. കുട്ടിക്കാലമൊക്കെ ഓർക്കാനൊക്കെ അടിപൊളി ഒരു സ്പോട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ സ്ലൈഡും പിന്നെ മറ്റേ നമ്മുടെ മേരി ഗോ റൗണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോൾ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ഇങ്ങനെ കുഞ്ഞ് എന്താ പറയുക വെള്ളം, അതിനകത്തൊക്കെ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഗുഹ പോലത്തെ ഒരു സംഭവം കാര്യങ്ങൾ, പിന്നെ കുറേ സ്ലൈഡ്സ് കാര്യങ്ങൾ, ഫുള്ള് ഒരു ഗ്രീനറി. എനിക്ക് ഈ ഗ്രീനറി, വാട്ടർ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ മോളിലൊക്കെ ഉപരി ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ കുറച്ച് സ്പോർട്സാണ്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഈ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞ് കൂടുതലും അങ്ങനെ എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ എന്നെ വിട്ടിട്ടില്ല വീട്ടിൽ നിന്നും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ട്രാവലിങ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എന്താ പറയുക, ഇങ്ങനെ കൂടുതൽ അങ്ങനെ ട്രാവലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ കുഞ്ഞു അവസരങ്ങൾ കിട്ടുമ്പോൾ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ പോകാൻ പറ്റുന്നിടത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താ പറയുക, നല്ല നല്ല സ്പോർട്സും കാര്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു, വീട്ടിൽ നിന്ന് വിട്ടാൽ. ഉമ്മയും പാപ്പയും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ അതിന് ശേഷം അവിടെ കുറേ ഇങ്ങനെ തന്നെ കുറേ കറങ്ങി കാര്യങ്ങൾ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര ക്യാച്ചി ആയിട്ട് തോന്നി. എന്താ പറയുക, ഒരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കൊല്ലത്തിനെ പറ്റിയിട്ട് എല്ലാം ഉള്ളടങ്ങിക്കൊണ്ടുള്ളൊരു പെയിൻറ്റിങ് കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അതുണ്ട്. സോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഇങ്ങനെ കുറേ നല്ല നല്ല സ്പോർട്സുകൾ. ആൻഡ് കണ്ടു നോക്ക് ഗൈസ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് കൊല്ലത്തെ. ആൻഡ് യെസ് ഗൈസ്, ഞാൻ ഇതാണ് പറഞ്ഞത്, നമ്മുടെ വോളിൽ കുറച്ച് ക്യാച്ചി ആയിട്ട് നമ്മുടെ കൊല്ലത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ വോളാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്തിൽ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നോക്കുമ്പോൾ അവിടെ സൈഡിലായിട്ട് തന്നെ നമ്മുടെ ഇന്ത്യ ഗേറ്റ്, പിന്നെ ലൈറ്റ് ഹൗസ്, നമ്മുടെ കൊല്ലത്തിൻ്റെ ക്ലോക്ക് ടവർ, പിന്നെ എന്താ പറയുക കാഷ്യൂസ്. കൊല്ലത്തിലൊക്കെ മെയിനായിട്ടും ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ഈ കാഷ്യൂ, പിന്നെന്താ പറയുക ലേബേഴ്സ്, ബോട്ട് കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് നല്ല സൂം ചെയ്ത് തന്നെ എടുത്തിട്ടുണ്ട്. അതെനിക്ക് അത്യാവശ്യം നല്ല ക്യാച്ചി ആയിട്ട് തോന്നി. അടിപൊളിയായിട്ട് അവരത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതാരാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല, ബട്ട് ചെയ്ത ആൾ സെറ്റാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു. അങ്ങനെ ആ വോള് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ലൈറ്റ് ഹൗസും നമ്മുടെ ക്ലോക്ക് ടവറും കാഷ്യൂസും ഒക്കെ. ബാക്കി നിങ്ങൾ കണ്ടു നോക്ക്. ഫൈനലി എല്ലാം കണ്ട് അടിപൊളിയായിട്ട് കഴിഞ്ഞപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ മഴയത്ത് പിന്നെ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ടൈം ആയി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചിൽഡ്രൻസ് പാർക്കിനോട് ബൈ പറഞ്ഞ് ഇറങ്ങി.
ഇനിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആശ്രമമാണ്. കാരണം ഞങ്ങൾ നടന്നാണ് പോകുന്നത്. കുറേ ദൂരം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് അത് ഫുള്ള് ഞങ്ങൾ നടന്നിട്ടാണ് പോയത്. ബിക്കോസ് മഴയും എന്താ പറയുക നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക നടന്നിട്ടായിരുന്നു പോയത്. സോ ആ വ്ളോഗ് ഞാൻ പ്രത്യേകമായിട്ടൊരു വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും. നമ്മുടെ കൊല്ലം ആശ്രമം മൊത്തം അതിനകത്തുണ്ട്. സോ ഇതിപ്പോൾ ഇവിടം വരെ കഴിയട്ടെ അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ഇനിയും അടുത്ത നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാല്ലാ. സോ സ്റ്റേ ട്യൂൺഡ്.